ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. മക്കളെ, നിങ്ങൾക്ക് ഇനി അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് അറിയാം, അവസാനത്തെ 80 മാർക്കിന്റെ എക്സാം സോഷ്യൽ സയൻസ് ആണ്. എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ നിങ്ങൾ നോക്കേണ്ടത്? ഈ 3 ദിവസം എങ്ങനെയാണ് 3 സാറേ, 3 ദിവസത്തിലധികം നമ്മുടെ മുമ്പിൽ ആക്ച്വലി വരുന്നുണ്ട് സോഷ്യൽ സയൻസിന്റെ എക്സാം. ഒരു ഈദ് വരുന്നുണ്ട്, ഒരു പെരുന്നാളിന്റെ ദിവസം. ഈ പെരുന്നാളും എക്സാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് പറഞ്ഞുതരാണ്. മക്കൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം. 10ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഏറ്റവും ഉപകാരപ്രദമായിട്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് മാറ്റണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിപ്പോഴാണ്. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞ് ഒരു എക്സാം അത്ര വലിയ ടഫ് ഒന്നും ഇതുവരെയുള്ള സാധാരണ നമ്മൾ മോഡൽ എക്സാമിന് കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ടഫായിട്ട് വന്നിരുന്നു. ബയോളജി ടഫായിട്ട് വന്നു, ഫിസിക്സിൽ കുറച്ച് ടഫൊക്കെ വന്നു. പക്ഷെ ഈ മെയിൻ എക്സാമിനേഷന് ഒരു എക്സാം പോലും ഇതുവരെ ടഫായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മക്കളെ SSLC SS ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ മക്കൾ പേടിക്കണ്ട, എങ്ങനെയാണ് നമ്മൾ അതിന് ടാക്കിൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് എൻ്റെ മക്കൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഏറ്റവും കൂടുതൽ സമയമുള്ളത് ഏതിനാണ്? സോഷ്യൽ തന്നെയാണ്. ആ സമയത്ത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഫൈസൽ സാറേ, എങ്ങനെയാണ് നമ്മളെ മക്കൾ പഠിച്ചു തുടങ്ങുന്നത്? നമ്മുടെ ഇവിടെ ആദ്യം നേടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്ന അറിയോ? ഇന്ന് എന്തായാലും ഫിസിക്സ് ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണൊക്കെ മാറട്ടെ, അതൊക്കെ അടുത്ത ദിവസം നാളെ മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ അങ്ങോട്ട് സ്കിപ്പാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം നമുക്ക് 17 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 17 മക്കളെ നോക്കി വെക്കുക, 17 ചാപ്റ്റർ. അത് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതെങ്ങനെ എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു കൃത്യമായ വ്യക്തമായ ഒരു പ്ലാൻ അല്ല മക്കളെ, അത് നമ്മൾ ആദ്യം തന്നെ പറയാം. അതാണ് ഫസ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതാണ് 19ാം തീയതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നാളത്തെ ദിവസം. നാളെ നമ്മുടെ ലൈവ് വരുന്നുണ്ട്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 8 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട്. അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ, നിങ്ങൾ ജൂൺ ജൂലൈയിൽ പഠിച്ച ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒന്നാമത്തെ ചാപ്റ്റർ, പിന്നെ 6ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, ആ ചോദ്യങ്ങളുടെ ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മാർക്ക് എന്ത് ചെയ്ത് കിട്ടി. അഥവാ 40 ആണ്, ജോഗ്രഫിക്ക് 40, ഹിസ്റ്ററിക്ക് 40 ആണ്. അതിൽ 24 മാർക്ക് നിങ്ങൾക്ക് നാളെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. അതേപോലെ ജോഗ്രഫി നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് കിട്ടും. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു ചെറിയൊരു ബോധം നമുക്ക് കിട്ടും. ഒരു വർഷത്തെ മൊത്തമായിട്ടുള്ള സാധനമാണ് നാളെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് കൃത്യമായിട്ട് സർ, ഇതൊന്നുമല്ല ഇവർക്ക് വേണ്ടത്. സാറേ, ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളെല്ലാം മെസ്സേജ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്നാണ്. ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡേ 1 നമ്മൾ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മക്കളെ, പെരുന്നാളാണെങ്കിൽ 20ാം തീയതി 21ാം തീയതി, ആ 2 ഡേറ്റ്സുകളാണ് നമ്മുടെ മുമ്പിലാണ്. 20ാം തീയതി പെരുന്നാളാണ് എങ്കിൽ 21ാം തീയതി ആയിരിക്കും ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അതേസമയം എന്ത് ചെയ്യുന്നു, 21ാം തീയതിയാണ് പെരുന്നാൾ എങ്കിൽ 20ാം തീയതി ആയിരിക്കും ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ മക്കൾ പറയാണ്, സാറേ പെരുന്നാളിന്റെ ദിവസം ഞങ്ങൾ ലൈവ് എടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എങ്കിൽ ഞങ്ങൾ അവിടെ ലൈവ് എടുക്കാൻ തീർച്ചയായിട്ടും സിമ്പിളായിട്ട്. അഥവാ പെരുന്നാളിന് അന്ന് നിങ്ങൾക്ക് ലീവ് തരാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അത് അന്നും നിങ്ങൾക്ക് ക്ലാസ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കമന്റ് ചെയ്യുക, വേണോ എന്നുള്ളത്. സോ എന്തായാലും നിങ്ങൾ ആഘോഷങ്ങളൊക്കെ നടക്കണം. ആ സമയത്ത് എന്ത് ചെയ്യും, ഞങ്ങൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് എന്തായാലും മക്കളുടെ മുന്നിലേക്ക് വരും. സോ 20ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു, ലേൺ വിത്ത് മാസ്റ്റേഴ്സ് എടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 21ാം തീയതി പെരുന്നാളായിരിക്കും. 22ാം തീയതി അഥവാ ലാസ്റ്റത്തെ ഡേ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ലേൺ വിത്ത് മാസ്റ്റേഴ്സിന് പ്രത്യേകം നിങ്ങൾക്കറിയാലോ, 12 മണിക്കൂറായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. 12 മണിക്കൂർ അധികമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ചാപ്റ്റേഴ്സുകൾ, അത്രയും ഏരിയാസ് നമുക്ക് വരുന്നുണ്ട്. യൂട്യൂബിൽ കട്ടായിട്ട് പോകുമെന്നുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഫേസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്താ കാര്യങ്ങൾ നോക്കാം. 12 മണിക്കൂർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ലേൺ വിത്ത് മാസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ, ലേൺ വിത്ത് മാസ്റ്റേഴ്സിന് വരുമ്പോൾ എന്തൊക്കെയാണ് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സർ, മക്കളെ, ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ന്യൂസ് പ്രിന്റ് നിർബന്ധമായിട്ടും ഉണ്ടായേക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് പഠിക്കുക ചെയ്യാം. അല്ലാതെ എന്തെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു പോകൂല. പകരം ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാൻ വെക്കുക. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് പോയിന്റ് മുതൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് വരെ നമ്മൾ ഓരോന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്, അതിൽ എത്ര മാർക്കിന് ചോദ്യം ചോദിക്കാനാ സാധ്യതയുള്ളത്, അതിൽ എത്ര പോയിന്റുകളാണ് മക്കൾ പഠിക്കേണ്ടത്, ആ പോയിന്റ് നമ്മൾ പഠിച്ചിട്ട് അങ്ങോട്ട് തീർക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ചത് മൊത്തം ഒരൊറ്റ ലൈവിൽ തീർക്കാൻ വേണ്ടിയാണ്. 2 മണി മുതൽ രാത്രി 2 മണി വരെയാണ് നമ്മൾ ടൈം എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ മക്കളെ, നമ്മൾ ഒരുമിച്ച് അടിപൊളിയാക്കാൻ വേണ്ടിയാണ്
ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ എവിടെ എക്സാമിൻ്റെ ലാസ്റ്റ് പോകുമ്പോഴും കുട്ടികൾ പറഞ്ഞിട്ട് ഡയലോഗാണ്, നിങ്ങളെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചില്ലായി, ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ മക്കൾ നൽകുകയാണ്. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളോട് ആരും അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് SSLC മക്കളാണ്, നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്ററുകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നതാണ്. അതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ഓർഡർ എന്ത് ചെയ്യും നമ്മൾ ഇടുന്നുണ്ട്. ഫസ്റ്റ് ഇത്ര സമയം, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന ചാപ്റ്റർ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന ചാപ്റ്റർ, ഒരു അറേഞ്ച്മെന്റ്സ് പ്ലേലിസ്റ്റിൽ മക്കൾക്ക് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നെറ്റ് റീചാർജ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കണം. അന്ന് എന്ത് ചെയ്യാം, വൈഫൈ ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡാറ്റ ഒക്കെ റീചാർജ് ചെയ്ത് വെക്കാം. കാരണം 12 മണിക്കൂറിന്റെ ലൈവിലേക്കാണ് ആക്ച്വലി മക്കൾ ഇരിക്കാനുള്ളത് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ 20 or 21 ആയിട്ട് നമ്മൾ ലേൺ വിത്ത് മാസ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. അതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ കാര്യം ഒക്കെ സെറ്റാണ്. നമ്മുടെ 22-ാം തീയതിയാണ് നമ്മുടെ മെഗാ മാരത്തോൺ. മെഗാ മാരത്തോന്റെ പ്രത്യേകത എന്താ സാറേ? മെഗാ മാരത്തോൺ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊന്ന് മൊത്തമായിട്ട് ക്രോഡീകരിച്ച് ഒരു ചാപ്റ്ററിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ആ 3 ചോദ്യങ്ങൾ വെച്ചിട്ട് മാത്രം ഏറ്റവും സിമ്പിളാക്കി ആറ്റി കുറുക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് തരും. എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ സാറേ അവിടെ അല്ലേ പ്രഡിക്ഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മക്കളെ ഇവിടെ ഞങ്ങൾ എന്താ പറയുന്നത്, പ്രഡിക്ഷൻ അല്ല, ആദ്യം നിങ്ങൾ പഠിക്കും, എന്നിട്ട് നമുക്ക് ആദ്യം പഠിച്ചിട്ട് മതി പ്രഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടുപിടുത്താ. അതെ, അതാണ് നമ്മൾ അമീൻ സാറിന് ഒരു വാക്കുന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ കൊല്ലം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു കൺഫ്യൂഷൻസും ഇല്ല. അങ്ങനെ 22-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതിയാണ് സോഷ്യൽ സയൻസിന്റെ ആ ദിവസം, പരീക്ഷയുടെ ദിവസം. അന്ന് രാവിലെ നമ്മൾ 6 മണിക്ക് നമ്മുടെ പതിവ് പോലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നിട്ടായിരിക്കും ആ എക്സാമിനേഷന് വിടുന്നത്. അല്ല സർ? തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ മക്കളെ, ഇതാണ് നമ്മുടെ പ്ലാൻ. ഞാൻ ഒന്ന് ക്രോഡീകരിച്ചു തരാം. ഡേ 1 അഥവാ നാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ 19-ാം തീയതിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്ര ഏറെക്കായിരിക്കും ക്ലാസ് തുടങ്ങുക, എല്ലാം നമുക്ക് കൃത്യമായിട്ട് വരിക. പിന്നെ പെരുന്നാളിനനുസരിച്ചായിരിക്കും. 20-ാം തീയതിയാണ് പെരുന്നാളിൽ, നിങ്ങൾക്ക് അന്ന് എന്തായിരിക്കും കോണ്ടന്റ് വീഡിയോസ് നമ്മൾ ഇട്ടുതരും. അങ്ങനെയാണെങ്കിൽ 21-ാം തീയതി ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഉണ്ടാവുക. അതല്ലെങ്കിൽ 20-ാം തീയതി ലേൺ വിത്ത് മാസ്റ്റേഴ്സ് 12 hours അഥവാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളല്ല, എല്ലാ ചാപ്റ്ററും ചെയ്യുന്നു അടിപൊളിയാക്കി മാറ്റി തരുന്നു. അത് കഴിഞ്ഞ് 22-ാം തീയതി എന്ത് ചെയ്യുന്നു, മെഗാ മാരത്തോൺ ആയിട്ട് ഞങ്ങൾ വരുന്നു. മക്കളെ, ഞങ്ങൾ ഒറ്റ ഉറപ്പ് പറഞ്ഞിരുന്നു, ഈ 3 ദിവസത്തെ ക്ലാസ് എൻ്റെ മക്കൾ കാണുകയാണെങ്കിൽ 100%, അങ്ങനെ തന്നെ പറയും, 100%. കാരണം നിങ്ങൾക്ക് വേണ്ടത് ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എങ്ങനെ എഴുതണം, എന്തൊക്കെ ട്രിക്സ്, എല്ലാ കാര്യവും കൃത്യമായിട്ട് ഈ 3 ദിവസം ഞങ്ങൾ പഠിപ്പിച്ചിടാൻ വേണ്ടി പോവാണ്. മക്കളെ ഉറപ്പിച്ചോ, A+ കിട്ടിയിരിക്കും. ഒരുങ്ങി വരിക, കൃത്യം ഏർക്ക് വരിക, അടിപൊളിയാക്കുക, സെറ്റാക്കുക. സോ ഇതിലപ്പുറം ഒന്നും പറയാനില്ല. നമ്മുടെ പ്ലാന് തന്നു, ഇനി പഠിപ്പിക്കുന്ന രീതികൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. മക്കളെ, നമ്മുടെ കൂടെ കൂടിക്കോ, A+ നമുക്ക് അവിടെ ഉറപ്പിക്കാടാ.